ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ CAG പറ്റിയാണ് നോക്കുന്നത്. CAG പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 148 മുതൽ 151 വരെയുള്ള അനുച്ഛേദത്തിലാണ്. പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് CAG ആണ്. അപ്പോൾ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് CAG ആണ്. CAGയുടെ ഫുൾ ഫോം എന്താണ്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാണ് കേട്ടോ. അപ്പോൾ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് CAG ആണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ സുഹൃത്തും വഴികാട്ടിയും എന്നറിയപ്പെടുന്നതും CAG ആണ്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതുമെന്നും CAG അറിയപ്പെടുന്നു. അപ്പോൾ CAGയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? പൊതുഖജനാവിന്റെ കാവൽക്കാരൻ, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ സുഹൃത്തും വഴികാട്ടിയും, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നൊക്കെ അറിയപ്പെടുന്നത് CAG ആണ്. CAGയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 148. അനുച്ഛേദം 148 CAGയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളുടെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നത് CAG ആണ്. കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളുടെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നത് CAG ആണ്. CAGയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ CAGയെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. CAGയുടെ ഭരണകാലാവധി എന്ന് പറയുന്നത് 6 വർഷം അഥവാ 65 വയസ്സാണ്. CAGയുടെ ഭരണകാലാവധി 6 വർഷം അഥവാ 65 വയസ്സാണ്. CAGയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. അതെങ്ങനെയാണ്? സുപ്രീം കോടതി ജഡ്ജിയെ നീക്കുന്ന അതേ രീതിയിലാണ് CAGയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത്. CAG രാജിക്കത്ത് നൽകുന്നത് പ്രസിഡന്റിനാണ്. CAG രാജിക്കത്ത് നൽകുന്നത് പ്രസിഡന്റിനാണ്. കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് CAG രാഷ്ട്രപതിക്ക് സമർപ്പിക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ട് CAG സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. ഇന്ത്യയിലെ പ്രഥമ CAG ആണ് V. നരഹരി റാവു. അപ്പോൾ ഇന്ത്യയിലെ പ്രഥമ CAG V. നരഹരി റാവു ആണ്. നിലവിലെ CAG ശ്രീ K. സഞ്ജയ് മൂർത്തിയാണ് കേട്ടോ. അപ്പം നിലവിലെ CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ശ്രീ K. സഞ്ജയ് മൂർത്തിയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അറ്റോർണി ജനറലിനെ പറ്റി നോക്കാം. വീഡിയോ ഇഷ്ടമാവുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ വീഡിയോസ് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് കഴിയൂ. എല്ലാവർക്കും താങ്ക് യു.